ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ തലയോട് കൂടിയിട്ടുള്ള ചെമ്മീൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ ഇത് കാശ്മീരി മുളകും പിന്നെ സാധാ എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എരിവും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പൊടിക്ക് നല്ലൊരു കളറും ഉണ്ടാവും കേട്ടോ. രണ്ടും കൂടി മിക്സ് ആക്കിയത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മളൊരു ടീസ്പൂണിനടുത്തോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഒരു അരമണിക്കൂറോളം റോസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമ്മൾ മാരിനേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മീൻ പൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയിലോട്ടുള്ള ബാക്കിയുള്ളതോടൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാടൊന്ന് അരച്ചെടുക്കാത്ത രീതി ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ മീൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളതൊന്ന് പൊരിഞ്ഞ് വരുന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതോടെ ഇതിലേക്ക് ഇട്ടിട്ട് മുഴുവനായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചെമ്മീൻ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പാനിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് തന്നെ വഴന്ന് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണിനടുത്തോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞളും ഒക്കെ നമ്മൾ നേരത്തെ മീനിൽ ചേർത്തത് കൊണ്ട് തന്നെ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ടോ. ആ പാൽ ഞാൻ ഇതിലേക്ക് ഈ ഒരു മിക്സിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും മസാല വെത്തുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.